ഈ ജീവിതത്തിലെ അങ്ങ് വെച്ചു പുലർത്തുന്നതിലെ നന്മ ഞാൻ അങ്ങയുടെ പല സംസാരത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, അങ്ങ് ഇതുവരെ കൈക്കൂലി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കൈക്കൂലിക്കെതിരാണ് പൊതുവെ. എന്നുവെച്ചാൽ മനുഷ്യൻ എന്തെങ്കിലും നേരായ വഴിക്ക് പോകണം, സത്യം ഇത്തിരി താമസിച്ചാലും തിരിച്ചറിയും എന്നുള്ള വിശ്വാസമൊക്കെ തന്നെ. ഒരുപക്ഷെ അങ്ങ് ഇത്രയും വലിയ വ്യവസായ ശൃംഖല പടുത്തുയർത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ കൈക്കൂലി വാങ്ങാനും കമ്മീഷൻ വാങ്ങാനും വരും. അതെ, അതിലെ എങ്ങനെയാണ് അങ്ങ് ചെറുത്ത് നിന്നത്? ഈ 5 പതിറ്റാണ്ട് ഗൾഫ് ടൈമിൽ എവിടെ കൈക്കൂലി പാടില്ല. പാടില്ല. ഇപ്പം നമ്മൾ വലിയ പ്രോജക്റ്റ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. എത്തിക്സ് അതിനകത്ത് കൈക്കൂലി കൊടുക്കാൻ പാടില്ല. ഒരാൾ കൊടുക്കാൻ മാക്സിമം ഇത്രയേ കൊടുക്കാൻ പാടൂ, അത് കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് തന്നെ കോൺട്രാക്ട് തന്നെ ക്യാൻസൽ ചെയ്യും. അത്രയും എത്തിക്സ് ആണ്. ഇന്ത്യയിലേക്ക് വന്നാലോ? ഇന്ത്യയിൽ ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ബന്ധപ്പെട്ട് നമ്മുടെ ആൾക്കാരാണ്, ഡയറക്റ്റ് ബന്ധപ്പെടാറില്ല, നമ്മൾ കൈക്കൂലി കൊടുക്കാറുമില്ല. അങ്ങയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. കേരളത്തിൽ ഈ ബിസിനസ്സൊക്കെ നടത്തിയ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, ഹോസ്പിറ്റാലിറ്റി ഒഴിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ശരാശരി ഒരു ബ്രേക്ക് ഇവനായി പോകാനേ പറ്റൂ എന്നുള്ള അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈയിടെ ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ അങ്ങനെ ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണോ ഇപ്പോഴും? അങ്ങനെ എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ അത് സംഭവിക്കുന്നത്? മെയിൻ കാരണം വെച്ചാൽ ഒന്നാമത് കോസ്റ്റ് വളരെ കൂടുതലാണ്, ടഫ് കോമ്പറ്റീഷനാണ്. കോസ്റ്റ് കൂടുതലാണ് എന്നാൽ പിന്നെ ടഫ് കോമ്പറ്റീഷൻ, ഇതാണ് മെയിൻ കാരണം. അല്ല, അങ്ങ് കുറേ സ്ഥാപനങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇന്ത്യയിലും അങ്ങ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പല വ്യവസായികളും ശ്രദ്ധിക്കുമ്പോൾ അവരെല്ലാം വികേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ എവിയുടെ കോൺസെപ്റ്റ് എന്താ ഇതിനകത്ത്? അത് എപ്പോഴും നല്ല ഒന്നും പോയാൽ ഒന്ന് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ അങ്ങയ്ക്ക് ഇപ്പം ശരിക്കും അത്യാവശ്യം നമ്മൾ രക്ഷപ്പെട്ട് വരുമ്പോൾ നമുക്ക് പാരലായിട്ട് അത്യാവശ്യം ശത്രുക്കളും കൂടുമല്ലോ. അപ്പം ശത്രുക്കളുണ്ടോ? എനിക്ക് ശത്രുക്കളില്ല, ഒരു ശത്രുവില്ല. എൻ്റെ പോളിസി വെച്ചാൽ നമ്മളൊരു ഒരു രൂപ ഉണ്ടാക്കിയാൽ ഒരാളുടെ കണ്ണീരുള്ള ഒരു പൈസ ഉണ്ടാക്കാൻ പാടില്ല, അതായത് നിൽക്കത്തില്ല. നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത് പോവുക. ശത്രുക്കളുണ്ടെന്നറിഞ്ഞാൽ ഉറക്കം കിടുവോ എന്ന് പറയുന്നു. എനിക്കത് എന്തിനും ശത്രു ഉണ്ടാക്കുന്നത്, നമ്മൾ പോസിറ്റീവ് പോവുക, ശത്രുവിനെ വിടുക, നമ്മൾ നമ്മുടെ കാര്യത്തിനും പോവുക. അല്ല, ഈ നമ്മുടെ എപ്പോഴെങ്കിലും അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ശരിക്കും നമ്മളെനിക്കൊന്ന് ആദ്യകാലം ഗൾഫ് നാടുകളിലൊക്കെ ആദ്യം അങ്ങ് ചെന്നിറങ്ങുന്ന സമയത്ത് ചില അവഗണനയൊക്കെ അങ്ങ് അനുഭവിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് അങ്ങയുടെ ഒരു മധുരതരമായ ഒരു പ്രതികാരം ഇഷ്ടപ്പെട്ടു. അതായത് അങ്ങയ്ക്ക് കൈ തരാൻ വിസമ്മതിച്ച ഒരാളെ അങ്ങ് തന്നെ അയാളെ ജീവനക്കാരനായി കൂടെ നിർത്തി. കാരണം വെച്ചാൽ ഇപ്പം അന്നത്തെ കാലത്ത് ഇന്ത്യ എന്ന് വെച്ചാൽ പുവർ കൺട്രി, ഇന്ത്യയെക്കുറിച്ചൊരു ബഹുമാനമില്ല, ഇന്ത്യക്കാരനെ കുറിച്ചും ഇല്ല, അന്നില്ല. ഇപ്പം ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇന്ത്യക്ക് എല്ലാം ഇതാണ്. അപ്പോൾ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ പൈസ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ. അങ്ങനെ കഴിയുമ്പോഴാണ് ഞാൻ വിളിക്കുമ്പോൾ ഒരു കാറ്, ഒരു വലിയ ഇപ്പം എത്ര രൂപയാണ് കാറ് തരാമെന്ന് പറഞ്ഞു. അത് 10 വിലക്ക് ഞാൻ പറഞ്ഞ അപ്പം തന്നെ വാങ്ങി. അപ്പോൾ അത് ഇപ്പം ഇന്ത്യക്കാർക്കെല്ലാം നല്ല വില ഗൾഫിലുണ്ട്. ഇന്ത്യക്കാരെല്ലാം ഒന്നിനൊന്നും മെച്ചമാണുള്ള ധാരണയാണ്. രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഒരു ചങ്ങാത്തമുണ്ടോ? ഇല്ല, ബന്ധമുണ്ട്, അടുപ്പമുണ്ട്, ഫ്രണ്ട്ഷിപ്പ്. അല്ല, ഈ നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ലൊരു സൗഹൃദം സൂക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടുപോകാൻ വലിയ പാടാന്നൊക്കെ ആൾക്കാർ വിദേശത്ത് നിന്ന് വന്ന ചില പ്രവാസികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങേക്കും അങ്ങനെ ചെറിയൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, എപ്പോഴും ബന്ധം വേണം, ഒരു ശത്രു പാടില്ല. കാരണം വെച്ചാൽ പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് എതിർത്ത് നമുക്ക് ബിസിനസ് ചെയ്യാൻ പ്രയാസം എവിടെ ആയാലും. അത് നിന്ന് പോവുക. ഈ നമ്മുടെ ഒരു പഴയ മലയാള സിനിമയിലെ ചേട്ടൻ്റെ ശ്രദ്ധപ്പെട്ടെന്ന് അറിയില്ല, പ്രതാപേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കങ്ങ് ഡൽഹി വരെ പിടിയുണ്ടെന്ന്. അതെ എന്ന് പറയും. ഇന്ന് പറഞ്ഞല്ലേ, ചേട്ടൻ നരേന്ദ്രമോദിയൊക്കെ തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ പരിചയമുള്ളതാണ്. അദ്ദേഹത്തോട് എപ്പോഴും നമുക്കൊരു സൗഹൃദം സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ തിരക്കിലാണല്ലോ അങ്ങനെ സത്യസന്ധമാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവിതത്തിൽ അങ്ങ് കാണുന്ന? അങ്ങ് വിദേശ നാടുകളിലെ ഒരുപാട് ഭരണാധികാരികളുമായിട്ട് ബന്ധമുള്ള ആളാണ്. അത് ഈ ഗൾഫിലും നരേന്ദ്രമോദിയെ പറ്റി നല്ല അഭിപ്രായമാണ് ആണല്ലേ. അങ്ങനെ ഇന്ത്യ നന്നാകണം, അങ്ങനെ ഇന്ത്യ നന്നാകണം എന്ന ഒരാഗ്രഹമുള്ളതാണ്. ഇതിന് വേറെ താല്പര്യമൊന്നുമില്ല, മറ്റ് ഇടം ആയണ്ട ഒന്നുമില്ല. ഏറ്റവും അവസാനം എന്നാ കണ്ടത്? അടുത്ത കാലത്ത് കണ്ടത് ഒരുപാട് വെച്ച കണ്ടുണ്ട്. ഞാൻ മറ്റൊരു അത്യാവശ്യ കാര്യം പറഞ്ഞു, ഒരു തലമുറ മാറ്റം RP ഗ്രൂപ്പിൽ സംഭവിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അതെ, അതായത് അങ്ങയുടെ 2 മക്കളാണല്ലോ അങ്ങനെയുള്ളത്. അവർ ഒരു മകളും ഒരു മകനും അല്ലേ? ഇവർ 2 പേരും ചുമതല ഏറ്റെടുക്കുന്നു, അങ്ങ് സിംഹാസനം അവരെ ഏൽപ്പിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സൂചനയുണ്ടോ? ഇല്ല, എൻ്റെ ആഗ്രഹം മരണം വരെ ജോലി ചെയ്യണമെന്നുള്ള, ലാസ്റ്റ് മിനിറ്റ് അധ്വാനിച്ച് ചെയ്യണം എന്നുള്ള. പൈസ എല്ലാം ഇല്ല. അത് അങ്ങനെ ഒരു ഈ മകൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? മകന് വെളിയിലാണ് MB പാസ്, എന്നെക്കാട്ടുള്ള സ്മാർട്ടാണ്. മോളിവിടെ ഉണ്ട്, എന്നെ വിളിക്കും, വേണം വിളിച്ചാരതി വിളിച്ചു. അവർ MD പാസ്സായി. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയാണ്. എൻ്റെ സപ്പോർട്ടില്ലാതെ. 2 പേരും ഡോക്ടേഴ്സാണ്? മകൻ ഡോക്ടറല്ല, മോള് ഡോക്ടറാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം അങ്ങയുടെ ഒരു വിഷണറി ജീവിതവും
ഈ പുതിയ ജൻസി തലമുറയുടെ കാലമാണല്ലോ. അതെ. അപ്പോൾ പുതിയവരിലേക്ക് ഇത് ഒരു ചെറിയ ചുവടുമാറ്റം. എനിക്കറിയാം ഡോക്ടർ രവിപിള്ള എന്ന് പറയുന്ന വ്യവസായ സംഘങ്ങളുടെ അധിപൻ ഡോക്ടർ രവിപിള്ള തന്നെയായിരിക്കും. അതെ. അപ്പോൾ അത് ഇവരിലേക്ക് പൂർണ്ണമായി കൈമാറുക നമ്മളുടെ ഒരു വിഷൻ അനുസരിച്ച് കുട്ടികൾ വരുന്നു എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ? മാറ്റം ഒരു 60% ഉണ്ടാവും. ഞാൻ അതിൻ്റെ കൂടെ അത് മോള് വരുമ്പോൾ നമുക്ക് പരിചയപ്പെടാൻ കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു 2 ലക്ഷത്തിന് അടുത്ത് ആൾക്കാർ അങ്ങയുടെ സാമ്രാജ്യത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിലായിട്ട്. അപ്പോൾ അവരൊക്കെ അവരോടൊക്കെ വളരെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പം വളരെ സംതൃപ്തരാണെന്ന് കണ്ടു. ഞാൻ അങ്ങയുടെ വീട്ടിൽ ഒരു ദിവസം ബഹ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോഴും ഞാൻ അവിടുത്തെ ഒരു എംപ്ലോയിയോട് ചോദിച്ചു, ആർ യു സാറ്റിസ്ഫൈഡ്? അപ്പോൾ അയാൾ ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തൊഴിലാളികളുടെ സംതൃപ്തി സൂക്ഷിക്കാൻ അങ്ങ് എന്താ ചെയ്യുന്നത്? കാര്യം ഇത്രയും നമ്പറായി, ഇനി അങ്ങയുടെ കാഴ്ചവട്ടത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നുണ്ടോ? ഞങ്ങളുടെ ഫസ്റ്റ് ആൾക്കാർക്ക് അവരുടെ കംഫർട്ടാണ്. നല്ല താമസ സ്ഥലം, നല്ല ആഹാരം, സമയത്ത് ശമ്പളം, ഇത്രയും കൊടുത്തെങ്കിൽ മാത്രമേ ആൾക്കാർ ഹാപ്പി ആകത്തുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.